ചെറിയൊരു ഗ്രാമത്തിലെ പ്രഭാതം. ചെറുതോടിന്റെ കരയിൽ കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കും. വഴിയരികിലെ പൂക്കൾക്കിടയിൽ തേനീച്ചകൾ മുഴങ്ങുന്നു. പാടങ്ങളിലെ കോലങ്ങൾ പിടിച്ച് കാളകളോടൊപ്പം ഇറങ്ങുന്ന കർഷകർ. ആ ഗ്രാമത്തിൽ തന്നെയാണ് അനിയ ജനിച്ചു വളർന്നത്. അവിടെ ചെറിയൊരു കുടിലായിരുന്നു അനീനയുടെ ജനനം. പക്ഷേ ആ കുടിലിന്റെ അകത്ത് നിറഞ്ഞിരുന്നത് പുസ്തകങ്ങളുടെ മണം മാത്രമായിരുന്നു. കാരണം അനിയയുടെ അച്ഛൻ രാമൻ മാസ്റ്റർ ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകനായിരുന്നു. മാസ്റ്ററിന്റെ ജീവിതത്തിൽ സമ്പത്ത് ഒരിക്കലും കണ്ടെത്താനായിരുന്നില്ല. ചെറു ശമ്പളം, രോഗബാധിതയായ ഭാര്യ, ഒറ്റയ്ക്ക് വളർത്തേണ്ടി വന്ന മകൾ, ഇതൊക്കെ ചേർന്ന ജീവിതം തീർച്ചയായും ഭാരമുള്ളതായിരുന്നു മാസ്റ്റർക്ക്. പക്ഷേ മാസ്റ്ററുടെ കണ്ണുകളിൽ എന്നും തെളിഞ്ഞിരുന്നത് ഒരു പ്രതീക്ഷയായിരുന്നു. എന്റെ അനിയ ഒരു നാൾ വലിയ ആളാകണം എന്നു മാത്രമായിരുന്നു. അനിയ ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ മിടുക്കിയായിരുന്നു. ക്ലാസ്സിലെ അധ്യാപകർ പലപ്പോഴും പറയും, മാസ്റ്ററുടെ മകൾ വളരെ മിടുക്കിയാണ്, ഒരു നാൾ വലിയൊരു ഉദ്യോഗസ്ഥയാകും എന്ന് പറയും. അമ്മ കുഞ്ഞുകുട്ടി പലപ്പോഴും രോഗത്താൽ കിടന്നിരുന്നെങ്കിലും മകളുടെ പുസ്തകങ്ങൾ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറയും, എന്റെ മോൾ പഠിച്ച് പ്രകാശിക്കണം. പക്ഷേ ആ വാക്കുകൾ അധികം വൈകാതെ അനിയയുടെ ഹൃദയത്തിൽ വേദനയായി മാറി. അമ്മയുടെ രോഗം വഷളായി. അവളുടെ അമ്മ മരണപ്പെട്ടു. അനിയ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ നെഞ്ചിൽ തലചാച്ചു. അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? മാസ്റ്ററുടെ കണ്ണുകൾ ഇത് കേട്ടപ്പോൾ നിറഞ്ഞൊഴുകി. എന്നാലും മാസ്റ്റർ കരുത്തോടെ പറഞ്ഞു, മകളെ, അമ്മ പോയാലും അമ്മയുടെ സ്വപ്നം നമ്മൾ ജീവിപ്പിക്കണം. മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട ആ ദിവസം മുതൽ അനിയയുടെ ജീവിതം മാറി. അച്ഛന്റെ ചെറു ശമ്പളം മകളുടെ പഠന ചെലവിന് മതിയായി വന്നില്ല. പലപ്പോഴും മാസ്റ്റർ സ്കൂളുകൾക്ക് ശേഷം ചെറിയ ചെറിയ ട്യൂഷനും മറ്റും എടുത്തു. മാസ്റ്ററെ, ചിലർ മാസ്റ്ററോട് പറയും, മാസ്റ്ററെ, പെൺമക്കളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവരെ വിവാഹം കഴിച്ചു കൊടുക്കൂ, അവരെ അധികം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കേട്ട മാസ്റ്ററുടെ മറുപടി എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നു, എന്റെ അനിയ പഠിക്കും. ജീവിതത്തിൽ കാലുകൾ കൊണ്ട് മാത്രം നടക്കാതെ തല ഉയർത്തി നടക്കാൻ അവൾ പഠിക്കും. അവൾ വലിയൊരാളാകും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നു. അനിയ നല്ല മാർക്കോടെ സ്കൂൾ പൂർത്തിയാക്കി. ഗ്രാമത്തിലെ ആളുകൾ അവളുടെ വിജയം ആഘോഷിച്ചു. പിന്നീട് അനിയയുടെ പഠനം നഗരത്തിലേക്ക് നീങ്ങി. അവൾ അവിടെ കോളേജിൽ ചേർന്നു. മാസ്റ്റർ മകളെ ട്രെയിനിലിരുത്തി യാത്ര അയച്ചു. ഇതേ സമയം മാസ്റ്ററുടെ കണ്ണുനീർ നിറഞ്ഞൊഴുകി. മാസ്റ്റർ അനിയയോട് പറഞ്ഞു, മകളെ, നഗരത്തിൽ പല വഴികളും കാണും, പലതരത്തിലുള്ള ആളുകളും കാണും. പക്ഷെ എൻ്റെ മകൾ അതിലൊന്നും മയങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് മാസ്റ്റർ അവളെ യാത്രയാക്കി. അങ്ങനെ അവൾ നഗരത്തിലെത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നഗരത്തിലെ പുതിയ ലോകം അവളുടെ മുന്നിൽ തുറന്നു. സുഹൃത്തുക്കൾ, അധ്യാപകർ, പുസ്തകങ്ങൾ, പരിപാടികൾ എല്ലാം തന്നെ അവളെ മാറ്റിമറിച്ചു. വസ്ത്രധാരണം, സംസാരശൈലി, സ്വപ്നങ്ങൾ എല്ലാം നഗരത്തിലെ പോലെ തന്നെ അവളുടെ വിപുലമായി. അനിയ പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളും മുന്നിൽ നിന്നു. കോളേജിലെ അധ്യാപകർ അവളെ അഭിനന്ദിച്ചു. സുഹൃത്തുക്കൾ അവളെ ആദരിച്ചു. കാലം കടന്നു. അവൾ ഒരു വലിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. ശമ്പളവും ജീവിത സൗകര്യങ്ങളും അവളെ നഗരത്തിലെ ജീവിതത്തിലേക്ക് വളർത്തി. അവൾ അവിടെ തന്നെ ജോലി ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ എല്ലാ ആഴ്ചകളിലും ലീവ് കിട്ടുമ്പോൾ അച്ഛനെ പോയി കണ്ടിരുന്നു അനിയ. അച്ഛൻ അയക്കുന്ന കത്തിന് മറുപടി വേഗം തന്നെ നൽകിയിരുന്നു. എന്നാൽ പതിയെ പതിയെ നഗരത്തിന്റെ ജീവിതം, തിരക്കുകൾ അവൾ അച്ഛനെ മറന്നു തുടങ്ങി. അച്ഛന്റെ കത്തിന് മറുപടി അയക്കാൻ വൈകും. ഗ്രാമത്തിലേക്ക് പോകല് കുറഞ്ഞു. അവളുടെ ജീവിതം നഗരത്തിൽ തന്നെ മാത്രമായി. അച്ഛന്റെ കത്ത്
വായിക്കുന്നത് വരെ അപൂർവമായി. അച്ഛൻ കത്ത് സ്ഥിരം വായിക്കുമ്പോഴും അവൾ അതിൽ കത്തുകളൊന്നും വായിക്കുവാൻ നേരം കണ്ടെത്തിയിരുന്നില്ല. അവൾ അവളുടെ ജീവിതത്തിൽ മാത്രമാണ് മുഴുകിയിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ അവളുടെ ശമ്പളത്തിൽ നിന്ന് അച്ഛന് ഒരു പ്രാവശ്യം പോലും അവൾ പൈസ അച്ഛനുള്ളതാണെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയോ ആദ്യ ശമ്പളം അച്ഛന്റെ കയ്യിൽ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൾ നഗരത്തിന്റെ ജീവിതത്തിൽ ആർഭാടമായി തന്നെ കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അവളുടെ കൂട്ടുകാരി ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിന് അനിയയും സുഹൃത്തുക്കളും പോയി. വലിയ മന്ദിരം വിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങി. സംഗീതവും ചിരികളും നിറഞ്ഞ ഹാൾ. അനിയയും കൂട്ടുകാരും അതിഥികളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അടുക്കളവാതിക്കൽ പതിച്ചു. അവിടെ പഴയൊരു വസ്ത്രത്തിൽ പഴയൊരു മുണ്ടും ധരിച്ച് ഒരാൾ നിൽക്കുന്നു. മുഖം വിയർപ്പിൽ തിളങ്ങുന്നുവെങ്കിലും കണ്ണുകളിൽ പഴയ കരുണ. അത് മറ്റാരുമായിരുന്നില്ല, അവളുടെ അച്ഛൻ രാമൻ മാസ്റ്റർ തന്നെ. അവിടുത്തെ പാചകക്കാരനായി അവിടെ പാചകം ചെയ്യുന്നു. അച്ഛനെ കണ്ടപ്പോൾ അവൾ കൂട്ടുകാരികളുടെ ഇടയിൽ നിന്ന് ഒന്നും പറയാതെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ശേഷം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഇവിടെ? അച്ഛനെ ഇങ്ങനൊരവസ്ഥയിൽ? അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും മറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ അച്ഛനൊന്ന് മനസ്സിലാക്കൂ. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഇവിടേക്ക് പാചകം ചെയ്യാൻ വന്നത്? എനിക്ക് നാണക്കേടാണ്. അച്ഛനെ ഞാൻ ഇങ്ങനെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനന്യയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ മാസ്റ്റർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ജീവിക്കാൻ പല വഴികളും തിരയേണ്ടി വരും. നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ഇങ്ങനൊരു വഴിയാണ് കണ്ടത്. സ്കൂൾ കുട്ടികൾ കുറഞ്ഞപ്പോൾ അടച്ചുപൂട്ടി. പിന്നെ ഒരു വഴിയുമില്ലാതായപ്പോൾ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. നിന്നെ പഠിപ്പിക്കുവാൻ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അനീന ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് അച്ഛൻ ഇതുപോലെ ജോലിക്കും മറ്റും പോകുന്നത്? എന്നാൽ ഇതിനുള്ള മറുപടി രാമൻ മാസ്റ്ററുടെ ഇങ്ങനെയായിരുന്നു, നിനക്കൊരു ജോലി കിട്ടിയപ്പോൾ നിനക്ക് അച്ഛനെ വേണ്ടാതായി. അച്ഛൻ എവിടെയെന്നും എന്തു ചെയ്യുന്നുവെന്നും അച്ഛൻ എങ്ങനെ ജീവിക്കുന്നുവെന്നും നീ തിരക്കിയില്ല. എന്നാൽ ഞാൻ അയക്കുന്ന കത്തിന് നീ ഒരിക്കൽ പോലും എനിക്ക് മറുപടി നൽകിയിരുന്നില്ല. എനിക്ക് ജീവിക്കാൻ ഇതുപോലൊരു തൊഴിൽ ചെയ്യേണ്ടി വന്നു. ഇതേ സമയം അനിന്നയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ആ സമയത്ത് തന്നെയാണ് അവളുടെ കൂട്ടുകാരികൾ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു, ഇതാരാണ് അനിന്ന? കൂട്ടുകാരികളുടെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൾ പറഞ്ഞു, ഇത് എൻ്റെ അകന്ന ബന്ധുവാണ്. എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വീട്ടിലെ പണികളും മറ്റും ചെയ്യും എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവിടെ നിന്ന് കല്യാണ മണ്ഡപത്തിന്റെ അടുത്തേക്ക് പോയി. അവളുടെ കൂടെ അവളുടെ കൂട്ടുകാരികളും. എന്നാൽ അനിനയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ മാസ്റ്റർ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിറയുന്ന കണ്ണുകളോടെ നീറുന്ന ഹൃദയവുമായി അദ്ദേഹത്തിന്റെ ജോലിയിൽ മുഴുകി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ വിവാഹ ചടങ്ങിലെ പ്രധാന അതിഥിയായ കോടീശ്വരനായ ഗോവിന്ദൻ നായർ മൈക്ക് എടുത്തു പ്രസംഗിച്ചു. അദ്ദേഹം മൈക്കിലൂടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരാളുണ്ട്. എന്നെ വഴികാട്ടിയ, എനിക്ക് വിജയം നേടിത്തന്ന, എന്നെ ജീവിക്കാൻ പഠിപ്പിച്ച എൻ്റെ മാസ്റ്റർ. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പാചകപ്പുരയിൽ അദ്ദേഹം ഇപ്പോൾ പാചകം ചെയ്യുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കൂടി തന്നെ രാഘവൻ മാസ്റ്ററെ നോക്കി. അതാണ് രാമൻ മാസ്റ്റർ. അദ്ദേഹം പിന്നെയും തുടർന്നു, ആ നിൽക്കുന്നതാണ് രാമൻ മാസ്റ്റർ. ഇന്ന് അടുക്കളയിൽ ഭക്ഷണം ഒരുക്കുന്ന ആളായി കാണാമെങ്കിലും എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ എൻ്റെ ഗുരു. ഞാൻ കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം കാരണമാണ്. ഹാളിൽ മുഴുവൻ കയ്യടിയും ബഹളവുമായി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മാസ്റ്ററെ ആദരിച്ചു. ഇതേ സമയം ഇതെല്ലാം കണ്ടുനിന്ന അനിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും കാലം സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന അച്ഛനാണ് ഇന്നവളുടെ ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ ഓടി വന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛ, ക്ഷമിക്കണം. അച്ഛനാണ് എൻ്റെ ലോകത്തിലെ വലിയ മനുഷ്യൻ. അച്ഛനെ
ഞാൻ വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം അച്ഛാ. മാസ്റ്റർ അവളുടെ തലയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നീ ഉയർന്നപ്പോൾ തന്നെയാണ് ഞാൻ ജയിച്ചത്. ഇനി ബാക്കിയെല്ലാം ജീവിതത്തിന്റെ കളികളല്ലേ. നീ എന്നും നല്ലതായിട്ട് തന്നെ ജീവിക്കണം. നീ എന്റെ പൊന്നുമോളല്ലേ. ഇതെല്ലാം കേട്ടപ്പോൾ അനിനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കരഞ്ഞു.